താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി മലയാറ്റൂർ റോഡിന്റെ അഴിമതി അന്വേഷിക്കുക, പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിക്കുക, കോടതി വിധി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച CPI മലയാറ്റൂർ നീലീശ്വരം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പൊതുമരാമത്ത് ജോലികൾ തടസ്സപ്പെടുത്തി എന്നാരോപിച്ച കാലടി പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനോ ലാഭത്തിന് വേണ്ടിയോ നാട്ടിൽ നടക്കേണ്ട വികസനങ്ങളെ തച്ചുടച്ചുകൊണ്ട് ആ വികസനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ മലയാറ്റൂരിൽ നടത്തില്ല എന്നുള്ള പിടിവാശി കൊണ്ട് ഇവിടുത്തെ MLA അടക്കം അതിന് കൂട്ടുനിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ ഈ റോഡ് പണി ഇത്ര ദയനീയമായി പോകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മൾക്കറിയാം മലയാറ്റൂരിലത്തെ നമ്മൾ ഈ റോഡ് തടഞ്ഞതാണ്. അന്ന് നമ്മുടെ മരിച്ചുപോയ റെക്ടറച്ചനും നമ്മുടെ ഇവിടുത്തെ തെറ്റേര് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഈ റോഡ് മുഴുവൻ പുറമ്പോക്കും ടാറിങ് കഴിഞ്ഞാലും ഇടിപ്പിക്കും, അളപ്പിക്കും, അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സമരത്തിൽ നിന്ന് പിന്മാറിയതാണ്. എത്ര വർഷമായി ഈ റോഡിൽ പുറമ്പോക്ക് കൈവശം വച്ചിട്ടുള്ള ആളുകൾ ഒഴിവാക്കണമെന്നും റോഡ് വീതി കൂട്ടി ഈ മലയാറ്റൂർ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിന് ലക്ഷക്കണക്കായ ആളുകൾ വന്നു ചേരുന്ന, നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന, നിത്യേന എന്നോണം അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ വഴി സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ തുടങ്ങിയെന്ന് പണി തുടങ്ങിയെന്ന് എല്ലാവരും കൊടുമടത്താ. നമുക്ക് സംസാരിക്കണ്ട, നമുക്ക് ആവശ്യമായ സംസാരം വേണ്ട. ഒരുപാട് അഭ്യാസം റെക്കോർഡിന് വേണ്ടിയാണോ? കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നിലവിൽ ഒരു സ്കെച്ച് റോഡിൻ്റെ നിലവിൽ ജനങ്ങൾ ചോദിച്ചിട്ടൊരു സ്കെച്ച് പോലും നൽകാതെ തോന്നിയ മാതിരി ഇടയ്ക്കിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡ് പണി നടത്തി ഇതിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന തെറ്റായ നടപടിക്കെതിരെ ഇന്ന് റോഡ് പണി തടസ്സപ്പെടുത്തിയതിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കാലത്ത് പാർട്ടിയുടെ എല്ലാ ഭാഗം ആൾക്കാരും കൂടിയാണ് വന്ന്, അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്കാണ് വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് റോഡ് പണി തടസ്സപ്പെടുത്തിയതിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവ്, നിലവിലുള്ള ഉത്തരവ് നടപ്പാക്കാതെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള നിയമലംഘനത്തിന് നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നിയമലംഘനം ഈ രാജ്യത്ത് നീതി നിഷേധത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു വ്യക്തിയല്ല, ഒരു സമൂഹത്തോട് നിയമലംഘനം കാണിക്കുന്നു. ഇന്നാണ് മറ്റ് പാർട്ടികൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വന്നത്. ഇന്നത് തടഞ്ഞിരിക്കുന്നതിന്റെ ലക്ഷ്യം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്ന ന്യായം ഞങ്ങൾ പൊതുമരാമത്തിന്റെ വർക്ക് ഞങ്ങൾ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഞങ്ങൾക്കെതിരെയുള്ള സാഹചര്യം. പൊതുമരാമത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനമല്ല. പൊതുമരാമത്താണെങ്കിലും എന്ത് തോന്നിയാസവും എന്ത് കാണിക്കാം എന്നുള്ളതല്ല, തിരിച്ച് ന്യായമായ രീതിയിൽ അപ്രോച്ചുകൾ, പുറമ്പോക്കുകൾ ഒഴിപ്പിച്ച് ആവശ്യമായ ഇടങ്ങളിൽ ഇടപെടൽ നടത്തി വളവുകൾ, നമുക്കറിയാം വളരെ അപകടകരമായ വളവുകൾ, ഈ അളവുകളിലെല്ലാം പുറമ്പോക്കുകളുണ്ട്. എന്തുകൊണ്ട് ഇത് കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വളവുകൾ നിവർത്തി പുറമ്പോക്കുകൾ ഒഴിപ്പിച്ച് റോഡ് ഏറ്റവും ഭംഗിയായ രീതിയിൽ എത്രയും പെട്ടെന്ന്, നമുക്കറിയാം മലയാറ്റൂർ തീർത്ഥാടനം ആരംഭിക്കാറായി. മലയാറ്റൂർ തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ തന്നെ റോഡ് പണി പരമാവധി വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. വിദ്യാർത്ഥിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക. റോഡിന്റെ വീതി അളന്ന് തിട്ടപ്പെടുത്തുക. ഒഴിപ്പിക്കുക.